നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഏവരും ഒരു നിമിഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷമങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പടുത്തുയർത്തിയ അല്ലെങ്കിൽ സഫലമാക്കിയെടുത്ത ആഗ്രഹങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ കൺമുൻപിൽ തകർന്ന് വീഴുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നത് ഒരു സാഹചര്യം തന്നെയാണ്. ദാമ്പത്യത്തിൽ, പ്രണയ ജീവിതത്തിൽ, അത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അറിയാത്തതും ചെയ്യാത്തതുമായുള്ള പല കാര്യങ്ങളും പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. അധികം സങ്കടങ്ങൾ പല അവസരങ്ങളിലായി അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നേട്ടങ്ങൾ, പ്രതീക്ഷകൾ, ആഗ്രഹങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാക്കിയിട്ടുള്ള പല സാഹചര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് പോലും അറിയാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുള്ളതാകുന്നു. ഈ സമയം ഹൃദയം തകർന്ന പ്രാർത്ഥനയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയാണ്. ശ്രദ്ധയോടെ ഏതെങ്കിലും ഒരു കാര്യത്തിനായി പരിശ്രമിക്കുന്നു എങ്കിൽ അതിൽ വലിയൊരു വിജയം നേടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്രതീക്ഷിതമായ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന സൂചന തന്നെയാണ് ഈ സമയം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ വികാരങ്ങളെ അത് എന്ത് തന്നെയാണ് എങ്കിലും അത് നിയന്ത്രിച്ച് വളരെയധികം മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾക്ക് ദേഷ്യം, സങ്കടം, ഇത്തരത്തിൽ കാര്യങ്ങളെ നിയന്ത്രിച്ച്, വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് നിങ്ങളിലേക്ക് വന്നു ചേരാം. ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വലിയ വിജയങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യാം. തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കും എപ്പോഴും പ്രാധാന്യം നൽകുന്നതായ വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. എന്നാൽ തീർച്ചയായും ഇപ്പോൾ പരിവർത്തന ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാനായി പോകുന്നു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പല മാർഗങ്ങളിലൂടെയും അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നഷ്ടങ്ങൾ, സങ്കടങ്ങൾ ഇവ തിരിച്ചറിഞ്ഞ് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ധനപരമായ കാര്യങ്ങൾ എപ്രകാരം നേടിയെടുക്കണം, എപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കാണുവാൻ സാധിക്കും. അത്തരമൊരു അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നഷ്ടങ്ങൾ, സങ്കടങ്ങൾ, തിരിച്ചറിവ് ഉണ്ടാകുന്നു എങ്കിൽ പോലും വിജയത്തിൻ്റെ ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കണം എന്നൊരു സൂചന ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പരിശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്ന സന്ദേശവും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നു ചേരുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല വിധത്തിലും സങ്കടങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ സംരംഭങ്ങൾ പുതുതായി തുടക്കം കുറിച്ചിട്ടുണ്ട് എങ്കിൽ
അതിൽ പുരോഗതിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. മുൻപോട്ട് പോകുവാനുള്ള ഒരു സഹായം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, തിരിച്ചറിവ് ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങൾ അന്വേഷിക്കുന്നതായ കാര്യങ്ങൾക്ക്, ഒരു പരിശ്രമങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ചെയ്യാത്തതായ പല കാര്യങ്ങൾക്കും പലപ്പോഴായി പഴി കേൾക്കേണ്ടതായി വരികയോ കുറ്റപ്പെടുത്തലുകൾ പലരിൽ നിന്നും കേൾക്കേണ്ടതായി വരികയോ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിനെ, സത്യസന്ധമായിട്ടുള്ള മനസ്സിനെ മുതലെടുക്കുവാനായി പലരും ശ്രമിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് ഒരു നീതി തന്നെയാണ്. നീതി നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്ന സൂചന നിങ്ങളിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കാത്ത നിങ്ങൾക്ക് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രാധാന്യം. ഇതുവരെ ചെയ്യാത്തതായ ആവേശകരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും സാഹസിക യാത്രകളിലേക്ക് പലരും പോകുന്നതായി കാണുവാൻ സാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഒരു പുതിയ വെളിച്ചം, അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. വളരെ ദുഷ്കരമായ സമയത്തിലൂടെയാകാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തീർച്ചയായും ഈ സമയം ബുദ്ധിയും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായി കടന്നു വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ചുറ്റുമുള്ളവരിലേക്ക് പല കാര്യങ്ങളും പകർന്നു നൽകുവാനായി നിങ്ങൾക്ക് സാധിക്കാം. ആകർഷിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസങ്ങൾ വന്നു ചേരാം. ജീവിത സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാം. വളരെ പെട്ടെന്നല്ല എങ്കിൽ പോലും പല മാറ്റങ്ങളും ജീവിതത്തിൽ അനുഭവവേദ്യമാകാം. ബന്ധങ്ങളാണ് എങ്കിലും തീർച്ചയായും മറ്റൊരു വ്യക്തിയുടെയും ഇൻവോൾവ്മെന്റ് കാണുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ അവയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അത്തരത്തിൽ പല അനുകൂല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങളോട് ദേഷ്യമുള്ള പലരും ഉണ്ടാകാം, തർക്കങ്ങളുള്ള പലരും ഉണ്ടാകാം. അത്തരം വ്യക്തികൾ നിങ്ങളുടെ തർക്കങ്ങൾ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് മറന്ന് നിങ്ങളോട് കൂടുതൽ അടുക്കുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായ സാഹചര്യമോ ജീവിതത്തിൽ വന്ന് ചേരാം എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിൽ വിലങ്ങുതടിയായി നിൽക്കുന്നവർ അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുള്ളതായ ഒരു ബന്ധം, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്കരമായ സമയങ്ങളുണ്ട് എങ്കിൽ അതിലൊരു കൃത്യമായ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കാം. ബന്ധങ്ങളാണ് എങ്കിലും തീർച്ചയായും ഒരു മാറ്റങ്ങളിലൂടെ കടന്നു പോകും എന്ന് കാണുന്നു. ഈ സമയം പോസിറ്റീവായ ഊർജമാണ് ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. അത് സ്വീകരിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങണം. ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള വഴികൾ തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. തീർച്ചയായും അത് ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.